പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ വലിയ സ്നേഹത്തിൽ അങ്ങയോട് ചേർന്ന് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വീണ്ടും ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി. സ്വർഗത്തെക്കുറിച്ചുള്ള ഉന്നതമായ ചിന്തകൾ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ടി ഈ നവംബർ മാസത്തിൽ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നു. ഒപ്പം ശുദ്ധീകനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനേകം ശുദ്ധീകനാത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുവാനിടയാകത്തക്ക വിധം ഞങ്ങളെ അവിടുന്ന് ഉപകരണങ്ങളാക്കിയല്ലോ. അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സ്നേഹത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമ്മുടെ ഈ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങൾ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുവാൻ, സ്വർഗത്തിൻ്റെ മക്കളാക്കി വളർത്തുവാൻ, സ്വർഗത്തിന് വേണ്ടി ഒരുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളെയും സ്വർഗത്തിനു വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ, വിശുദ്ധിയിലും സ്വർഗീയ സംരക്ഷണത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ഉത്തരവാദിത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തന്നെ കർത്താവിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ ഉന്നതമായ അഭിഷേകം, ദൈവിക ശക്തി, ഈ ഉത്തരവാദിത്വത്തിന്റെ അഭിഷേകം നമ്മിൽ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് ഉന്നതമായ ശക്തിയാൽ ആവസിക്കപ്പെട്ട് ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് വലിയ ദാഹത്തോടെ ചേർന്ന് പാടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറഞ്ഞ് കവിയട്ടെ, കവിഞ്ഞൊഴുകട്ടെ. ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടിക്കേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ആമേൻ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദാഹിച്ച് പ്രാർത്ഥിച്ചേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയം തുറന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. യെസ്. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ആമേൻ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കരങ്ങടിച്ച് ജീവനോടും ഉണർവോടും കൂടി പ്രാർത്ഥിക്കാം. കുർബാനയുടെ അഭിഷേകം നിറയട്ടെ. യേശുവിൻ ബലിയുടെ എല്ലാ അഭിഷേകം മക്കളിലും നിറയട്ടെ. കുർബാനയുടെ അഭിഷേകം നിറയട്ടെ. യേശുവിൻ ബലിയുടെ അഭിഷേകം ശക്തിയായി പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിലെന്നും നൽകണമേ. സ്തോത്രം. പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിലെന്നും നൽകണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയായി നിറയണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വന്നു അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ജീവന്റെ സമൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അടിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, ക്ഷീണം നീങ്ങിപ്പോകട്ടെ. വലിയ അഭിഷേകം എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ.
Jesus Christ, in the name of Jesus Christ, The mighty power of the name of in the Jesus. name of Jesus Christ, അത്ഭുതങ്ങൾ in the സംഭവിക്കട്ടെ. name of ദൈവിക Jesus ശക്തി Christ, വ്യാപരിക്കട്ടെ. കൃപയാൽ in the നിറയട്ടെ. name of Jesus Christ, in the name of Jesus Christ, The mighty in the power. name of The name of Jesus. Christ, in the name mighty power of the name of Jesus. in the power of Jesus Christ, നിറയട്ടെ. in the power of കെട്ടുകൾ Jesus അഴിയട്ടെ. Christ, ബന്ധനങ്ങൾ in the അഴിയട്ടെ. power of സാത്താന്യ Jesus ശക്തികൾ, Christ, അന്ധകാര ശക്തികൾ in the power of നിർവീര്യമാകട്ടെ. Jesus Christ, സുനാമത്തിൽ. in the power of Jesus Christ, So, in the power of the mighty Jesus power. Christ, നിറയട്ടെ. in the power of Jesus Christ, The mighty power. in the power of Jesus Christ, in the blood of Jesus Christ, സോയെ in ഒഴുകട്ടെ. the blood of തിരുരക്തം Jesus ഒഴുകട്ടെ. Christ, എല്ലാ in the മക്കളിലേക്കും blood of എല്ലാ കുടുംബങ്ങളിലേക്കും Jesus Christ, എല്ലാ ശരീരങ്ങളിലേക്കും in the blood of തിരുരക്തം Jesus ഒഴുകട്ടെ. Christ, The mighty power in of the blood of Jesus. Jesus Christ, ഈശോ. in the blood of Jesus Christ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. in the blood of നിറഞ്ഞ് കവിയട്ടെ. Jesus Christ, ശക്തിയായി ഒഴുകട്ടെ. in the blood of ശിരസ്സ് മുതൽ Jesus പാദം വരെ. Christ, ശരി, in the ഈശോ. blood of Jesus Christ, The mighty anointing of the blood of Jesus. Jesus Christ, ഈശോ. ഒറ്റവിളി യേശുവേ. ഈശോ. Hallelujah. ഈശോയേ. 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 ആരാധന, ആരാധന. മഹത്വ കർത്താവേ, കൃപകളെ ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത്, അഭിഷേകത്തെ ഓർത്ത് നന്ദി, നന്ദി, നന്ദി. ആരാധന, 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 ആരാധന. യേശുവേ, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന, The ആരാധന. power of Jesus Christ, in the power of Jesus mighty power. Christ. പറയട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് ശക്തി ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും അടങ്ങുന്ന അപരിമേയമായ ശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കളിൽ വ്യാപരിക്കട്ടെ. The mighty power of the name of Jesus, the mighty power of the blood of Jesus. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി നിറയട്ടെ, നിറയട്ടെ. ഈ മക്കൾ വസിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. In the blood of രോഗികളായ മക്കളിലേക്ക് നിറയട്ടെ. Jesus Christ, മരണാസന്നരായി കിടക്കുന്ന മക്കളിലേക്ക് ഒഴുകട്ടെ. തിരുരക്തം ഒഴുകട്ടെ. Jesus mighty Christ, deliverance, വലിയ വിടുതൽ, the blood of വലിയ വിടുതൽ സംഭവിക്കട്ടെ. Jesus കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, സാത്താന്റെ ആധിപത്യങ്ങളും അവകാശങ്ങളും അവസാനിക്കട്ടെ. The mighty power. പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. നന്ദി, നന്ദി കർത്താവേ. ഈശോയെ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകുന്ന രക്ഷ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകുന്ന വിടുതൽ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകുന്ന സമാധാനം, സംരക്ഷണം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കത്തക്ക വിധം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. യേശുദൈവസേ പിതാവേ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായിൽ, ഗബ്രിയേൽ, റഫായിൽ മാലാഖമാരെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾ ബലഹീനരാണ്, ദുർബലരാണ്, പാവപ്പെട്ട മക്കളാണ്. സ്വർഗത്തിലെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും സഹായവും യാചിച്ചുകൊണ്ട് അമ്മയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ
സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നവംബർ മാസം നമ്മെ സംബന്ധിച്ചും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന മക്കളെ സംബന്ധിച്ചും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ ഈ മാസം മുഴുവനും നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ, ബലിയർപ്പണങ്ങളിലൂടെ, പ്രാശ്ചിത്ത പരിഹാര പ്രവൃത്തികളിലൂടെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകം ആത്മാക്കളെ കർത്താവ് തൻ്റെ കരുണയാൽ പൊതിഞ്ഞ് വിശുദ്ധീകരിച്ച് സ്വർഗത്തിന് അർഹരാക്കിയിരിക്കുന്നു. നമുക്കതിനെയൊക്കെ ഓർത്ത് നന്ദി പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഈ മാസത്തിൽ തന്നെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. എന്താണ്? നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകേണ്ട മക്കളാണ്. മാത്രമല്ല, നമുക്കൊരു വലിയ ഉത്തരവാദിത്വം ദൈവം ഭരമേൽപ്പിക്കുക. അതെന്തെന്നറിയോ? മരണാസന്നരായി കിടക്കുന്ന മക്കളെ സ്വർഗത്തിനു വേണ്ടി നല്ല പോലെ ഒരുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് എപ്പോഴും സ്വർഗത്തിനു വേണ്ടി, നല്ല ഒരു മരണത്തിനു വേണ്ടി നമ്മൾ നമ്മെ തന്നെ ഒരുക്കണം. സ്വർഗം കൊണ്ട് ജീവിക്കണം. നമുക്കറിയാം, മരണം എന്നുള്ളത് അതിൽ തന്നെ ഒരവസാനമല്ല. ദിവസങ്ങളൊക്കെ പലവട്ടം നമ്മൾ കേട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മരണത്തെ ഭയമില്ലാതെ അഭിമുഖീകരിക്കണം. മാത്രമല്ല, മരണാസന്നരായ മക്കളെ ഭയമില്ലാതെ, നിരാശയില്ലാതെ മരണത്തിനു വേണ്ടി ഒരുക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ ചരമ അറിയിപ്പിൻ്റെ കൂടെ ഇങ്ങനെ എഴുതും. എന്താണ്? എൻ്റെ ഭർത്താവ് ഇന്ന ആള്, ഇന്ന വയസ്സ്, കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം വ്യസന സമേതം അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ചെറിയ തെറ്റ് അവിടെയുണ്ട്. എന്താണ്? കർത്താവിൽ നിദ്ര പ്രാപിച്ചത് ശരി, പക്ഷെ എന്തിനാ വ്യസനം? ഇന്ന് പലർക്കും മരണം ഒരു വ്യസനമാണ്. കാരണം ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയെങ്കിൽ ആ എഴുതി ശരിയാ, കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ തെസലോണിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ ഈ അവസ്ഥയെക്കുറിച്ച്, ഈ മരണത്തെക്കുറിച്ച് പറയാ. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, ശ്രദ്ധിച്ചേ, ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്താണ്? ക്രിസ്തുവിൽ മരണമടഞ്ഞവർ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മരണം കർത്താവിലുള്ള മരണമാണ്. വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം, അവിടെ ഈ മരണത്തെക്കുറിച്ച് പറയാണ്. വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം പറയാണ്, അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്, തീർച്ചയായും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മരണം എന്നുള്ളത് കർത്താവിലുള്ള ഒരു മൃതിയടയലാണ്, കർത്താവിലുള്ള ഒരു വിശ്രമമാണ്, കർത്താവിലുള്ള ഒരു നിദ്രയാണ്. വീണ്ടും പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനങ്ങളിൽ ഈ മരണത്തെക്കുറിച്ച് വീണ്ടും പറയാം. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ വചനം. അവിടെ പൗലോസ്ലീഹ പറഞ്ഞ വലിയ കാര്യം, ഞാനൊരു വലിയ യുദ്ധം ചെയ്തു, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി, ഞാൻ നന്നായി പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ,
വലിയ ശക്തിയോടെ, വലിയ വിശ്വാസത്തോടെ, വലിയ ഉറപ്പോടെ ഈ പോരാട്ടം പൂർത്തിയാക്കിയ പൗലോസ്ലീഹ പറയുകയാണ്, ഇതാ ഞാനിനി വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, ഈ വിശ്വാസ ജീവിതത്തിൽ, ഈ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് ഈ ലോക ജീവിതം നന്നായിട്ട് പൊരുതണം, വിശ്വാസം കാക്കണം, അതോടൊപ്പം തന്നെ ഓട്ടം പൂർത്തിയാക്കണം. അതിനുശേഷം നമ്മൾ ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കണം. അങ്ങനെ ക്രിസ്തുവിൽ മൃതി അടഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനാൽ തന്നെ മരണത്തെക്കുറിച്ച് നമ്മളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, ഈ മരണത്തിനു വേണ്ടി നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് ഒരുക്കണം. അതെങ്ങനെയാണ്? അതായത് നമുക്കറിയാം, മരണാസന്നനായ മക്കളെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വില പിടിച്ച, അല്ലെങ്കിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. മരണാസന്നരായവരെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ പരിചരിക്കുക, അവരെ ഒരുക്കുക, അവരെ സ്വർഗത്തിനു വേണ്ടി. അതാണ് ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു തീരുമാനം അങ്ങോട്ട് നിർണയിക്കുക. മരണത്തിലൂടെ ഞാൻ ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിലേക്ക്, അതുമല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ സ്വർഗത്തിലേക്ക്. മരണത്തിൽ അതവിടെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നല്ല ഒരു മരണത്തിലൂടെ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. മാത്രമല്ല, മരണാസന്നരായ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർഗത്തിനു വേണ്ടി നന്നായിട്ട് അണിയിച്ച് ഒരുക്കി നമ്മൾ യാത്രയാക്കണം. ഞാനൊക്കെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ കർത്താവ് എനിക്ക് നൽകിയൊരു വലിയൊരു കൃപയുണ്ട്. മരണാസന്നരായി കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ളൊരു അഭിഷേകം. ഞാൻ ഓർക്കുന്നുണ്ട്, അനേകം മക്കളരികിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണാസന്നരുമായിട്ട് എനിക്ക് വലിയൊരു ഹൃദയബന്ധമുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ചില കെട്ടുകളെ പൊട്ടിച്ച്, ചില ബന്ധനങ്ങൾ തകർത്ത്, അനേക മക്കളെ സ്വർഗത്തിനു വേണ്ടി, നല്ല മരണത്തിനു വേണ്ടി ഒരുക്കിയ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒരു വലിയ അനുഭവം അച്ഛനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിനു വേണ്ടി അവരെ ഒരുക്കി വിടുന്ന സമയമാണ് മരണാസന്നരായ മക്കളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ. അതുകൊണ്ട് ഈ മനുഷ്യജീവിതം അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ആത്മാക്കൾക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അവരെ അഭിഷേകത്തോടെ ഒരുക്കണം. അവർക്ക് യാതൊരു അസ്വസ്ഥതയുമില്ലാത്ത രീതിയിൽ. നമുക്കറിയാം, ഈ മരിക്കാൻ പോണ സമയത്ത് ഒത്തിരി നിരാശയും ഒറ്റപ്പെടുത്തലും സങ്കടങ്ങളും എല്ലാം കടന്നു വരുന്ന സമയമാണ്. ആ സമയത്ത് കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ സ്നേഹം ഈ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നിരാശയില്ലാത്ത രീതിയിൽ, ഭയപ്പെടാത്ത രീതിയിൽ അവരെ നല്ല പോലെ ഒരുക്കി, നല്ല പോലെ വിശുദ്ധീകരിച്ച് അവരെ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഒരുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ആധ്യാത്മികമായ ഒരുക്കൽ. മാനസികമായിട്ടുള്ള ഒരുക്കമുണ്ട്, ശാരീരികമായിട്ട് ഒരുക്കമുണ്ട്. എന്നാൽ മരണാസന്നർക്ക് ഏറ്റവും അധികം വേണ്ടത് എന്തെന്നറിയോ? ആധ്യാത്മികമായ ഒരുക്കലാണ്. അതെന്താണ്? ആ സമയത്ത് അവർക്ക് വേണ്ട കൃപ കിട്ടാൻ, അഭിഷേകം കിട്ടാൻ, പോരാ ഈ മരണത്തിന് ശേഷം സ്വർഗം കിട്ടാൻ അവരെ അതിനുവേണ്ടി വിശുദ്ധീകരിച്ച് നല്ല പോലെ ഈ മക്കളെ ഒരുക്കണം. അതായത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല പോലെ ഒരുക്കി കുമ്പസാരത്തിലേക്ക് നയിച്ച്, വിശുദ്ധ കുർബാനയിലേക്ക് നയിച്ച്, കുർബാന സ്വീകരിക്കുന്നതിലേക്ക് നയിച്ച് അവർക്ക് വേണ്ട അന്ത്യകൂദാശ നൽകി ആധ്യാത്മികമായിട്ട് ഇവരെ ഒരുക്കണം. ഇതൊരു വലിയൊരു
കാര്യമാണ് മക്കളെ. അതായത് ആത്മാവിൻ്റെ വിശുദ്ധി, മരിച്ച് സ്വർഗത്തിലേക്ക് പോകണം, അതിന് തടസ്സങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ പാപത്തിൻ്റെ, മാലിന്യത്തിൻ്റെ, അശുദ്ധിയുടെ അവസ്ഥയിൽ നിന്ന് അവരെ കഴുകി വിശുദ്ധീകരിച്ച് കൂദാശയിലൂടെ അവരെ ആധ്യാത്മികമായിട്ട് ഒരുക്കണം. ഈ കാര്യം പറയുമ്പോൾ ഒത്തിരിയേറെ സംഭവങ്ങളും കാര്യങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചില പ്രായമായിട്ട് ആളുകൾ മരണാസന്നരായി കിടക്കുമ്പോൾ മക്കള് വലിയ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവന്, പ്രിയപ്പെട്ടവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് കൊടുക്കും. ഞാൻ ഭക്ഷണം കൊടുക്കണമെന്നല്ല കേട്ടോ പറയണേ, നല്ല ഭക്ഷണം. അപ്പന് ഈ ഭക്ഷണം ഇഷ്ടം, അതുകൊണ്ട് ആ അപ്പം കഴിക്കട്ടെ, മരിക്കാൻ പോലെ നല്ല ഭക്ഷണം കഴിക്കട്ടെ. ഇനി ചിലരെങ്കിലും അപ്പന് 2 സ്മോളൊക്കെ അടിക്കുന്ന ടീമാ, അതുകൊണ്ട് മരിക്കാൻ പോലെ അങ്ങനെ ഇട്ടുണ്ട്. ഒരു കാര്യം ഇപ്പോഴും മനസ്സിലേക്ക് വരിക, മദ്യം വാങ്ങിച്ചു കൊടുക്കും. മരിക്കാറായ ഒരു സമയത്ത് ഒരു ചേട്ടൻ ഞാൻ കണ്ടതാ, മരിക്കാറായ സമയത്ത് പേരക്കിടാങ്ങള് ബ്രാണ്ടിയിൽ പഞ്ഞ് മുക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. നോർത്ത് നോക്കി, മരിക്കാൻ പോണ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കണം ചില കർമ്മങ്ങളാ. സ്നേഹം കൊണ്ടാണ് ട്ടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് തന്നെ മരണാസന്നനായ മക്കൾക്ക് അത് മനസ്സിലാക്കി കൊടുത്ത് അവരതിനു വേണ്ടി ഒരുക്കി, അല്ലാതെ ഭൗതികമായ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മറ്റ് ജഡിക സുഖത്തിൻ്റെ അവസ്ഥയിലല്ല പ്രിയപ്പെട്ടവരെ മരണാസന്നരായവരെ ഒരുക്കേണ്ടത്. അതിന് നമുക്കെന്ത് വേണം? ഒരു സ്വർഗചിന്ത വേണം. അതനുസരിച്ച് ഒരുക്കണം. ഞാൻ പറയും, ഒരു വ്യക്തി മരണാസന്നമായി എന്നറിഞ്ഞാൽ ശാന്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സ്നേഹത്തോടെ ഈ വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താണ് മരണത്തിൻ്റെ ഒരവസ്ഥ? ഇനി മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അവസാനമൊന്നുമല്ല. നമ്മളെല്ലാവരും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. നമ്മൾ മരിച്ചേ മതിയാകൂ. മരണം ഒരു അന്ത്യമല്ല, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ഈശോ മരിച്ചതിനെക്കുറിച്ച് പറയാം നമുക്ക്. അത് ഈ ലോകത്തിൽ ആര് ജനിച്ചാലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവിന് പോലും മരിക്കേണ്ടി വന്നു. മനുഷ്യനാണോ? മരിക്കണം. മനുഷ്യർ ഉയർപ്പൊക്കെ ഉണ്ട്, പക്ഷേ മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ഈ മരണാസന്നനായ വ്യക്തിയെ സ്നേഹത്തോടെ, കരുണയോടെ, ഭയപ്പെടുത്താതെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഉത്തരവാദിത്വമാണ്. അതുമാത്രമല്ല, ഒത്തിരിയേറെ രക്തസാക്ഷികളുടെ മരണത്തെക്കുറിച്ചും വിശുദ്ധരൊക്കെ മരണാസന്നമായ അവസ്ഥയിൽ നേരിട്ട വലിയ പ്രശ്നങ്ങളോ എന്തുമാകട്ടെ. ഇപ്പം എസ്തപ്പാനോസ് എങ്ങനെ മരിച്ചു? കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് എസ്തപ്പാനോസ് സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, യേശുവിനെ കണ്ടു, സ്വർഗത്തെ കണ്ടു, മാലാഖമാരെ കണ്ട മരിച്ച് മരണത്തെ അഭിമുഖീകരിച്ച എസ്തപ്പാനോസിനെ കുറിച്ച് പറയാം. പത്രോസ്ലിഹായെ കുറിച്ച് പറയാം. കൊല്ലാൻ പോവാ. ആ സമയത്ത് പത്രോസ്ലിഹ എന്താ പറഞ്ഞേ? എൻ്റെ ഗുരു മരിച്ച പോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്നെ തല കീഴാക്കി കുരിശിൽ തറച്ചോ, എന്നെ കൊന്നോ. വളരെയേറെ സ്നേഹത്തോടെ സരസമായ രീതിയിൽ മരണത്തെ ചങ്കൂറ്റത്തോടെ അഭിമുഖീകരിച്ച പത്രോസ്ലിഹ. അങ്ങനെ ഓരോ വിശുദ്ധര്, തോമസ് മൂറിനൊക്കെ കൊല്ലാൻ പോണ സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞേ? ഈ താടി ഒന്നും ചെയ്തിട്ടില്ല, താടി മാറ്റിയിട്ട് കഴുത്തറുത്തോ. ക്രിസ്തുവിന് വേണ്ടി മരിച്ച രക്തസാക്ഷികളുടെ, ധീരരായ ദൈവമക്കളുടെ ജീവിത മാതൃകകളെ ഈ മരണാസന്നനായിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുത്ത്, മനസ്സിലാക്കി കൊടുത്ത്, ധീരതയോടെ, ധൈര്യത്തോടെ ഒരു നല്ല മരണത്തിനു വേണ്ടി അവരെ ഒരുക്കണം. മരണം ഒരവസാനമല്ല, മരണം കർത്താവിനോട് കൂടെയുള്ള ഒരു നിദ്രയാണ്. അതിനുശേഷം കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും, സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ പ്രത്യാശ ഈ മരണാസന്നമായിരിക്കുന്ന അവസ്ഥയിൽ ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിയെ അതിനുവേണ്ടി നന്നായിട്ട് ഒരുക്കണം. സ്വർഗത്തിൻ്റെ ചിന്തകൾ കൊണ്ട് ആ വ്യക്തിയെ ഉണർത്തണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഒരുങ്ങാൻ പറഞ്ഞ് എന്തെങ്കിലും പാപങ്ങളുണ്ടോ, പോരായ്മകളുണ്ടോ, അശുദ്ധിയുണ്ടോ, ആരോടെങ്കിലും വെറുപ്പുണ്ടോ, ക്ഷമിക്കാനുണ്ടോ,
അങ്ങനെ എന്തെങ്കിലും ഇനി ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാവധാനം അരികത്തിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ ആത്മാവിനെ, ഈ വ്യക്തിയെ നല്ല ഒരു മരണത്തിനു വേണ്ടി ഒരുക്കണം. പിന്നെ അത് മാത്രമല്ല, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളുണ്ടല്ലോ, നല്ല പോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ സമയത്തിന് വേണ്ട അഭിഷേകം പറഞ്ഞു കൊടുക്കാനുള്ള ദൈവിക ജ്ഞാനം, ക്ഷമ, ഇതൊക്കെ നമുക്ക് വേണം കേട്ടോ. കാരണം ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണത്. ഞാൻ ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സ്നേഹത്തോടെ സ്വർഗത്തിൻ്റെ പ്രത്യാശയിൽ നിറച്ച് അതിനുവേണ്ടി അവരെ ഒരുക്കി ഉദാശകളിലേക്ക് നയിച്ച് അവർക്കൊരു നല്ല മരണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിൽ പരം നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കാനില്ല. ഞാൻ ഓർക്കുക, ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അപ്പച്ചൻ കുറച്ച് നാൾക്ക് മുമ്പ് മരിച്ചു. ഞാൻ ഓർക്കുക, കഴിഞ്ഞ വർഷം അപ്പൻ്റെ അമ്മയുടെയും ജൂബിലി ആഘോഷിക്കുക 50ാമത്തെ വാർഷികം വിവാഹത്തിൻ്റെ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25ാം വാർഷികം. അന്ന് ഞാൻ കുർബാന മധ്യേ പറഞ്ഞു, അപ്പനോടും അമ്മയോടും പറഞ്ഞു, ജൂബിലിയോ കഴിഞ്ഞു, ഇനി ഒരു നല്ല മരണത്തിനു വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു. എപ്പോഴും ഞാൻ പറയും അവരോട്, എനിക്കെൻ്റെ ഇഷ്ടം നല്ല മരണത്തിലൂടെ അപ്പനും അമ്മയും സ്വർഗത്തിലെത്തിച്ചേരണം. അതാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തും. വീട്ടിൽ ചെല്ലുമ്പോഴും ഇടയ്ക്കൊക്കെ അപ്പനോട് പറയും, അമ്മയോടും പറയും, ഇനി അധികം നാളില്ല, നല്ല പോലെ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, സ്വർഗത്തിൽ പോകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ അപ്പച്ചൻ പെട്ടെന്ന് ഒരു വീഴ്ചയിലൂടെയാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുക. വളരെയേറെ സീരിയസ് ആയുള്ള അപകടകരമായ വീഴ്ചയായിരുന്നു. അങ്ങനെ ആശുപത്രി എത്തുന്ന സമയത്ത് അച്ഛൻ ചെയ്തൊരു കാര്യമുണ്ട്. അപ്പന് ഏറ്റു പറയാനുള്ള അവസ്ഥയില്ല, കുമ്പസാരിക്കാനുള്ള ഒരു ബോധാവസ്ഥയില്ല, അകപ്പാടൊരവസ്ഥയിലാണ്. ആ സമയത്ത് ഞാൻ ചെയ്തൊരു കർമ്മമുണ്ട്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പനെയൊക്കെ അവസാന സമയത്ത് നല്ല പോലെ ഒരുക്കി, നല്ല പോലെ കുമ്പസാരിപ്പിച്ച്, നല്ല പോലെ കുർബാന സ്വീകരിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണമെന്നുള്ളത്. ഇതുമാട്ടെ ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അപ്പച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അപ്പൻ്റെ പല പാപമേഖലകളും കുറവുകളൊക്കെ അറിയാവുന്ന ഞാൻ ആ മേഖലകൾക്ക് വേണ്ടി തമ്പുരാനോട് മാപ്പ് ചോദിച്ച് വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്ന് അപ്പച്ചന് വേണ്ടി പാപമോചനം കൊടുത്ത് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും അന്നാമ്മയുടെ കൈകളിലേൽപ്പിച്ച്, മാതാവിനെ ഏൽപ്പിച്ച്, മിഖായേൽ മാലാഖിനെ ഏൽപ്പിച്ച്, സ്വർഗത്തിനെ ഏൽപ്പിച്ച് ആ സമയം പ്രാർത്ഥിച്ചു, ഒരു പാപമോചനം കൊടുത്തു. മാത്രമല്ല അന്ത്യകൂദാശ നൽകി. അങ്ങനെ സമാധാനപൂർണമായിട്ട് അപ്പച്ചൻ വേർപിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഒരുക്കണം. അതിനുവേണ്ടി അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ആ ഒരു അഭിഷേകത്തിൽ നിറച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്, മരണാസന്നരായ മക്കളുടെ കൂടെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. അത് വലിയൊരു കാര്യമാണ്. മരണാസന്നരാണ് അവർ. പ്രായാധിക്യത്തിൻ്റെ അവസ്ഥയിൽ ചിലപ്പോൾ അവർക്ക് കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കുറവ്, ചെവിക്ക് വലിയ കേൾവി ശക്തിയില്ല, സംസാരിക്കാൻ പറ്റണില്ല. ആ സമയത്ത് ദൈവമക്കളായ നമ്മൾ, കുടുംബാംഗങ്ങളായ മക്കൾ, ബന്ധുമിത്രാദികൾ നമ്മൾ ചെയ്യേണ്ടത് അവരോട് കൂടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ മരണാസന്നരായ മക്കളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണാസന്നരായി കഴിഞ്ഞാൽ, മരിക്കും എന്നൊരവസ്ഥ വന്നാൽ, ഒരു കാരണവശാലും അവരെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി ഇടരുത്. അതൊരു ഭയങ്കരമായ, എൻ്റെ മനസ്സിലേക്ക് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഏകാന്തതയുടെ, കുറേ ഓക്സിജനൊക്കെ കൊടുത്ത് ആ ഒരു വെന്റിലേറ്ററിൻ്റെ അല്ലെങ്കിൽ ICUയുടെ ഉള്ളിൽ ഈ മുഖം മൂടി വെച്ച ഡോക്ടർമാർ, നഴ്സുമാരൊക്കെ നിൽക്കുന്നൊരു അവസ്ഥയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുചെന്ന് ഇട്ട് അവിടെ കിടന്ന് മരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. അങ്ങനെ മരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആശുപത്രിയിലെ മുറിയിലേക്കോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാനുള്ള
അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറയും, ഈ മരിക്കാൻ പോകുന്ന ആളിൻ്റെ ചുറ്റും തൻ്റെ മക്കളും പേരക്കിടാങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ടാകണം. വിടവാങ്ങുന്ന സമയത്ത് കുടുംബാംഗങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, അവരുടെ സഹായം, അവരുടെ സാന്നിധ്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ മരിക്കാൻ പോണ സമയത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹ സാന്നിധ്യമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മരണാസന്നമായി ഇനി ആശുപത്രി കിടത്തിയിട്ട് കാര്യമൊന്നുമില്ല, മരിക്കും. ആ ഒരവസ്ഥ വന്നാൽ എൻ്റെ അല്ലെങ്കിൽ ഭയങ്കര വേദന, ശ്വാസം വലിക്കുക, ആ സമയത്ത് കൊണ്ടുപോയിട്ട് വെറുതെ ഓക്സിജൻ കൊടുത്ത് വെന്റിലേറ്ററിലിട്ട് ആ പാവപ്പെട്ട മക്കളെ നിരാശയിലും ഏകാന്തതയിലും മരിക്കാൻ അനുവദിക്കരുത്. അവരെ നമ്മുടെ മുറിയിലേക്കോ ആശുപത്രി മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും ആ മരണക്കിടക്കയുടെ ചുറ്റും നിൽക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ദൈവത്തെ സ്തുതിക്കണം, കർത്താവിനെ വിളിച്ചിറക്കണം, മാതാവിനെ വിളിച്ചു കൊണ്ടുവരണം, വിശുദ്ധ മിഖായേൽ മാലാഖയെ കൊണ്ടുവരണം, യോസേപ്പിതാവിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കണം. അങ്ങനെ ഒരുമിച്ച് കുടുംബത്തിൻ്റെ ഐക്യത്തിൽ, കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹത്തോടെ നിന്ന് പ്രിയപ്പെട്ട മക്കളെ ഈ മരിക്കാൻ പോകുന്ന ഈ വ്യക്തിക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ സമയത്ത് നമുക്കവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ബലമുണ്ടല്ലോ, പ്രാർത്ഥനയുടെ ബല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോടൊപ്പം ഉറക്കെ പ്രാർത്ഥിക്കുക. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഈ മരണാസന്നരായ മക്കളും നമ്മുടെ കൂടെ ചെല്ലും. നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തപ്പെടും. അങ്ങനെ ആ വ്യക്തിയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആ വ്യക്തിക്ക് സാന്നിധ്യം നൽകി ആ വ്യക്തിയെ ബലപ്പെടുത്തി, ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ. ആ ഒരു ഉറപ്പ് ഈ മരണാസന്നരായ മക്കൾക്ക് ലഭിക്കാവുന്ന വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ മരണാസന്നരായ മക്കൾ കിടക്കുന്ന മുറിയിൽ നല്ല പടങ്ങൾ വയ്ക്കണം. ഈശോയുടെ പടം, ക്രൂശിത രൂപം, മാതാവിൻ്റെ പടം, യോസേപ്പിതാവിൻ്റെ പടം, മാലാഖമാരുടെ പടം. അതായത് ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈശോയെ കാണുന്നു, മാതാവിനെ കാണുന്നു, യോസേപ്പിതാവിനെ കാണുന്നു. അങ്ങനെ ഒരു സ്വർഗത്തിൻ്റെ വിശുദ്ധരുടെ സാന്നിധ്യം കാണാനും ആ സാന്നിധ്യം അനുഭവിക്കുവാനും ഇടയാകത്തക്ക വിധത്തിൽ മരണാസന്നരായി കിടക്കുന്ന മുറികളിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വയ്ക്കണം. പോരാ, ക്രൂശിത രൂപം അവിടെ കൈകളിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ക്രൂശിത രൂപത്തെ കാണാനും ആ ക്രൂശിത രൂപത്തെ സ്പർശിക്കാനും ചുംബിക്കാനും അവർക്ക് വലിയ അവസരം ഉണ്ടാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണാസന്നരായ മക്കൾക്ക് ലഭിക്കാവുന്ന വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ശക്തിയാണ് ഇത്. അതുകൊണ്ട് അവർ നോക്കുമ്പോൾ അവർക്ക് സ്പർശിക്കാനും സാധിക്കുന്ന രീതിയിൽ വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാതാവിൻ്റെയും യോസേപ്പിതാവിൻ്റെയും ക്രൂശിത രൂപങ്ങളൊക്കെ മുറിയിൽ സ്ഥാപിക്കാനൊക്കെ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഇടയ്ക്കൊക്കെ വിശുദ്ധ ഗ്രന്ഥം ഉറക്കെ വായിക്കണം. മരണാസന്നനായി കിടക്കുന്ന രോഗിയുടെ അടുത്തിരുന്ന് ബൈബിൾ വായിക്കണം. കർത്താവിൻ്റെ വചനം, വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അഭിഷേകം ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തി അനുഭവിക്കാനും കേൾക്കാനും ഇടയാകത്തക്ക വിധത്തിൽ വിശുദ്ധ ബൈബിൾ വചനം ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിക്ക് കേൾക്കത്തക്ക വിധം കേൾക്കാനായിട്ട് ഇടയാകത്തക്ക വിധം ഉറക്കെ വായിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ ധ്യാനാത്മകമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം, മരണാസന്നമായ അവസ്ഥയിൽ ഒത്തിരി വേദനയുണ്ടാകാം, ഏകാന്തത ഉണ്ടാകാം, ചില പേടിയുണ്ടാകാം. ആ സമയത്ത് നമ്മുടെ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ഈ മരണാസന്നനായ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക. കർത്താവിൻ്റെ മരണസമയം, എല്ലാവരും ഉപേക്ഷിച്ച് പോയ സമയം, ഈശോയേറ്റ പീഡനങ്ങൾ, ഈശോയേറ്റ മുറിവുകൾ, ഈശോ സഹിച്ച സഹനം, മുൾമുടിയേറ്റ ഈശോയുടെ സഹനം, ചമ്മട്ടിയടിയേറ്റ ഈശോയുടെ സഹനം, കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ സഹനം, അതൊക്കെ പതുക്കെ പതുക്കെ
ഈ മരണാസന്നനായ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പം എന്ത് കിട്ടും? ഈ സഹനങ്ങളെ ഏറ്റെടുക്കാൻ, ഈ കുരിശിനെ അഭിമുഖീകരിക്കാൻ വലിയൊരു കരുത്ത് ലഭിക്കും. അതോടൊപ്പം തന്നെ രക്തസാക്ഷിത്വത്തിൻ്റെ ബലം. മക്കബായരുടെ പുസ്തകത്തിൽ ആ 7 മക്കളുടെ അമ്മ ഓരോ മക്കളും കൊല്ലപ്പെടുമ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ, അമ്മയുടെ കരുത്ത്, അല്ലെങ്കിൽ ഓരോ വിശുദ്ധൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും അല്ലെങ്കിൽ മരണത്തിൻ്റെ സമയത്ത് വിശുദ്ധർ എങ്ങനെ ഈ മരണത്തിൻ്റെ സമയത്തെ വേദനയെ അഭിമുഖീകരിച്ചു, അങ്ങനെയുള്ള കഥകളും സംഭവങ്ങളുമൊക്കെ ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയോട് പറയണം. അങ്ങനെ പറയുമ്പോണ്ടല്ലോ ഈ വ്യക്തിക്കും നല്ല പോലെ പ്രത്യാശയിൽ സഹനങ്ങളെ സ്വീകരിക്കുവാൻ, പരാതിപ്പെടാതെ, നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ ആ സഹനങ്ങളെ പറഞ്ഞു കൊടുക്കണം. കുരിശോട് ചേർത്ത് വയ്ക്ക് പ്രാർത്ഥിക്കുക. അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് കാരണമാകും. ഏതെങ്കിലും പാപത്തിൻ്റെ മാലിന്യങ്ങളോ കറകളോ ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി വെടിപ്പാക്കി ഈശോ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധരുടെയും ഈ രക്തസാക്ഷികളുടെയും ഒക്കെ മരണത്തിൻ്റെ സമയത്ത് അവർ എങ്ങനെ അഭിമുഖീകരിച്ചു, എങ്ങനെ അതിനെ അതിജീവിച്ചു, എങ്ങനെ അത് കൃപയാക്കി മാറ്റി എന്നതിനെ കുറിച്ചൊക്കെ ഈ വ്യക്തിയോട് ശാന്തമായിട്ട്, സമാധാനത്തോടെ, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. അതവർക്ക് വലിയ കരുത്ത് നൽകും, അതവർക്ക് വലിയ ശക്തി നൽകും, അതവരെ ഒത്തിരിയേറെ ബലപ്പെടുത്താനായിട്ട് കാരണമാകും. ഇനി അതോടൊപ്പം തന്നെ ഈ രോഗികളുടെ, ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തികളുടെ ആവശ്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. അവരെ നമ്മൾ ശരിക്കും വിലമതിക്കണം. അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും അവരെ കരുതുന്നുണ്ടെന്നും മാത്രമല്ല, അവർ കിടക്കുന്ന മുറിയുണ്ടല്ലോ നല്ല പോലെ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അവിടെ ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ, ഒരു സ്വർഗ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ അനുഭവം ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിക്ക് അനുഭവിച്ച് അറിയത്തക്ക വിധത്തിൽ ആ മുറി മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കണം. ബെഡ്ഷീറ്റൊക്കെ മാറ്റി മുറിയൊക്കെ നന്നായിട്ടൊക്കെ വൃത്തി മെനയായിട്ട് സൂക്ഷിച്ച്, ഇടയ്ക്കൊരു സ്പ്രേ ഒക്കെ അടിച്ച് ഒരു വൃത്തിയായിട്ട മണമില്ലാത്ത രീതിയിലൊക്കെ കാത്തു സൂക്ഷിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛനീ ഞാൻ പറഞ്ഞില്ലേ, മരണാസന്നരായ മക്കൾക്ക് വേണ്ടി അനേകം വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ ചില വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മനോഹരമായ മുറി, കുറേ നാളുകൾ, എന്താ പറയുക, 10-15 വർഷമായിട്ട് കിടക്കുന്ന രോഗികൾ ഞാൻ കണ്ടിട്ടുണ്ട്. മരണാസന്നരായിട്ട് കിടക്കുന്ന മക്കൾ, മരിക്കാതെ കിടക്കുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ അച്ഛൻ പറയട്ടെ, അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അതായത് ചില കിടപ്പുകളുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കുടുംബത്തിന് വരും തലമുറയ്ക്ക് ഒരനുഗ്രഹമാക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച കിടപ്പുകളായിരിക്കാം. ആണെന്ന് ഞാൻ പറയില്ല. ചില കിടപ്പുകൾ, ചില പൈശാചികമായ കെട്ടുകൾ, ബന്ധനങ്ങൾ, കെട്ടപ്പെട്ട അവസ്ഥയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ ചില കാരണങ്ങളുണ്ടാകാം. അഭിചാര്യമോ മന്ത്രവാദമോ ഏതെങ്കിലും സേവകളോ, അതിലൊക്കെ അച്ഛൻ പോണില്ല. അങ്ങനെ എന്തെങ്കിലും ഇതിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കള് മരിക്കാണ്ട് കിടക്കും. അങ്ങനെയുള്ള മേഖലകളിൽ നാമത്തിൽ ആ പാപത്തെ ഓർത്ത് ആ കുടുംബം പശ്ചാത്തപിച്ച് വിട്ടുപേക്ഷിച്ച് ഒരു വിടുതൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, സ്പോട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് 5-10 വർഷമായിട്ട് മരിക്കാണ്ട് കിടക്കുന്നവർ ആ സമയം മരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറൊരു തലം. പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കുക, ചില കിടപ്പുകൾ ദൈവം ആഗ്രഹിക്കുന്നു ആ രോഗിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, വരും തലമുറകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ കിടപ്പിനെ ചൊല്ലി നമ്മൾ ആരും പരാതിപ്പെടരുത്. ചില ആൾക്കാരെങ്കിലും മരിക്കണില്ലല്ലോ എത്ര നാളെ കിടക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്, ചിന്തിക്കരുത്, മനസ്സിൽ പോലും കരുതരുത്. ഒരു കിടപ്പും നാശത്തിൻ്റെ കിടപ്പല്ല. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടി വിടുതൽ പ്രാർത്ഥിക്കണം, ശുദ്ധീകരിക്കണം, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല മരണം കിട്ടും. ഇനി അല്ലാത്ത മരണങ്ങൾ കർത്താവിൻ്റെ തിരുഹിത പ്രകാരമാണെങ്കിൽ അത് നമ്മൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും, കൃപയായിട്ട് മാറും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ
ഒരമ്മച്ചി 7 മക്കളുണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ മുറി കയറുമ്പോണ്ടല്ലോ മക്കളെ, സ്വർഗത്തിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ആ 7 മക്കളുണ്ട്, അവരുടെ ജീവിത പങ്കാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാ. അവിടെ എല്ലാവരും ഉണ്ട്. ആ അമ്മേനെ ഉണ്ടല്ലോ, അവര് പൊന്നു പോലെ നോക്കണേ. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു നിധിയാണ് ഈ കിടക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ, ഒത്തിരിയേറെ ദൈവ കൃപയുടെ, ദൈവിക ചൈതന്യത്തിൻ്റെ സാന്നിധ്യമാണ് അമ്മ. അവരെല്ലാവരും പറഞ്ഞു, അതേച്ചാ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അമ്മ നാളുകളെ കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ സ്നേഹത്തോടെ മക്കൾ മാറി മാറി വന്ന് നോക്കുന്നു. ആ അമ്മച്ചിനെ നോക്കുന്ന മകൻ്റെ ഭാര്യ മരുമോള് അത് സമ്മതിക്കണം. ഭയങ്കര സ്നേഹം, ഭയങ്കര കരുതല്. എൻ്റെ അച്ഛ എത്ര നാൾ വേണമെങ്കിലും അമ്മ കിടന്നോട്ടെ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, ഒരു മടുപ്പില്ല അച്ഛ. അതുപോലെ സ്നേഹത്തോടെ ഈ അമ്മയെ നോക്കുന്ന മക്കള്. എല്ലാ ദിവസവും അവർ സാധിക്കുന്നവരൊക്കെ വന്ന് ഒരുമിച്ച് അമ്മയുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും. കരുണയുടെ മണിക്കൂറിൽ കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കും. സന്ധ്യാസമയത്ത് അടുത്തുള്ള വീട്ടിൽ എല്ലാവരും വന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇല്ലാത്ത രാവിലെയൊക്കെ അടുക്കളപ്പണി കഴിയുമ്പോൾ മരുമക്കളൊക്കെ പാടെ കൂടി വന്ന് അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഈ അമ്മയെ സ്നേഹത്തോടെ കാത്തു പരിപാലിക്കുന്ന, പരിചരിക്കുന്ന, സ്വർഗത്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാനിടയിൽ. ഞാൻ അവർക്കിടെ പണ്ട് കുറേ നാൾ മുമ്പ് ഒരു സഹോദരി പറഞ്ഞ അനുഭവം. ഈ സഹോദരി അമ്മായിമ്മ ഭയങ്കര സ്വഭാവക്കാരിയാണ്. ഈ മരുമകളെ വേദനിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലും കുറ്റം. അങ്ങനെ ഒത്തിരിയേറെ വേദനിപ്പിച്ച ഈ അമ്മച്ചി കുറെ കഴിഞ്ഞപ്പോൾ രോഗമായിട്ട് ചെറിയൊരു കിടപ്പായി. അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ മാത്രമേ ഇപ്പം. പക്ഷെ ഈ മരുമകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്ന പോലെ ആ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടന്നു. പക്ഷെ ഈ സഹോദരി ഒരു പരാതിയില്ല. ഈ അമ്മയെ ഒരിക്കൽ പോലും പഴിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ശപിച്ചിട്ടില്ല. ഈ അമ്മയുടെ മലമൂത്ര വിസർജനമൊക്കെ എടുത്തുകൊണ്ട് കളയും. അപ്പം അമ്മ ഇങ്ങനെ അഹങ്കരിച്ച് കിടക്കും. എന്തുമാകട്ടെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ അമ്മ കിടപ്പായി എന്ന് മാത്രമല്ല, ഈ സഹോദരി പറഞ്ഞ സംഭവമാണ്. കിടപ്പായി എന്ന് മാത്രമല്ല, സുബോധം നഷ്ടപ്പെട്ടു. ഈ അമ്മച്ചി ഇങ്ങനെ വിസർജിച്ച് കഴിഞ്ഞിട്ട് ആ വിസർജ്യം എടുത്തിട്ട് ഇങ്ങനെ ശരീരത്തിലും ഭിത്തിയിലും കട്ടിലിലൊക്കെ തൂത്തുവയ്ക്കും. അത്രമാത്രം അറിയാലോ ഈ കാര്യങ്ങൾ ചെയ്യണം. എന്നാലും ഈ സഹോദരി പറയാ, അച്ഛാ എനിക്കൊരു പരാതിയില്ല, ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മാറി അമ്മച്ചിയുടെ ഡ്രസ്സൊക്കെ മാറ്റി അമ്മച്ചിയുടെ മുറി അതുപോലെ കാത്തു സൂക്ഷിച്ചു. അപ്പം ഈ സഹോദരി പറയാ, അമ്മച്ചിയുടെ പെമ്മക്കൾ വരുമ്പോൾ ഇങ്ങനെ പറയുന്ന പറയാണ്, ഇങ്ങനെ വിസർജിക്കുകയാണെങ്കിൽ നീ ഒരു പണി, അമ്മച്ചിക്ക് ഭക്ഷണം കുറച്ച് കൊടുക്ക്, അപ്പോൾ കുറച്ചല്ലേ വിസർജിക്കുള്ളൂ, അപ്പം ഇതൊന്നും ഉണ്ടാവത്തില്ലോ എന്നൊക്കെ സ്വന്തം മക്കള്. പക്ഷേ ഈ സഹോദരി പറയാം, അച്ഛാ ഞാൻ അമ്മയ്ക്ക് ഒരു ഭക്ഷണവും കുറച്ചിട്ടില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കും, അത് വയറ് നിറച്ചു കൊടുക്കും, അതിൻ്റെ പേര് എന്ത് സംഭവിച്ചോട്ടെ അതൊക്കെ ചെയ്യും. പക്ഷേ ഈ സഹോദരി കാര്യം പറഞ്ഞു, ഈ അമ്മച്ചിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. ഈ അമ്മച്ചിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ അമ്മച്ചി സ്വർഗത്തിൽ പോകണം, അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. അമ്മച്ചിയോട് ക്ഷമിച്ചും ഇതിലൂടെ ഉണ്ടാകുന്ന സഹനങ്ങൾ ഈ അമ്മച്ചിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് ഈ അമ്മച്ചിയെ സ്വർഗത്തിന് വേണ്ടി ഈ മകൾ ഒരുക്കി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സഹോദരി പറയാ, ഒരു ദിവസം ഈ സഹോദരി ഇങ്ങനെ ഈ മുറിയിലേക്ക് വരുമ്പോൾ മോളേന്ന് വിളിച്ച് ഈ അമ്മച്ചി വിളിച്ചെന്ന് പറയാണ്. കണ്ണൊക്കെ തുറന്നിങ്ങനെ പ്രകാശിച്ച്. അപ്പം ഈ അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ അമ്മ കരഞ്ഞുകൊണ്ട് ഈ സഹോദരിയോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഈ അമ്മ പറയാണ്, ഒത്തിരിയേറെ പ്രാർത്ഥനയോ ബന്ധമില്ലാത്ത ഈ അമ്മ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ വിളിച്ചു. ഈ അമ്മച്ചി നന്നായിട്ട് കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഈ മരുമകളെ 2 കൈയും ശിരസിൽ വെച്ചിട്ട് നിറച്ചനുഗ്രഹിച്ചു. അതിനുശേഷം കുറേ ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് ശാന്തമായിട്ട് ഈ അമ്മയും മരുമോളും കൂടി
ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് വലിയ സ്നേഹത്തിൽ ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാന്തമായിട്ട് ഈ അമ്മ മരിച്ചു. നോർത്ത് നോക്കിയേ, ഈ മരുമകള് ഈ അമ്മയെ ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് കൃപയാൽ നിറച്ച് ദൈവിക ശക്തിയാൽ നിറഞ്ഞപ്പോൾ ഈ അമ്മച്ചിയുടെ മാനസാന്തരം, ഈ അമ്മച്ചി സ്നേഹത്തിലേക്ക് വന്നു, ഈ മരുമകളെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ മരണാസന്നരെ സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കി വിട്ടാൽ ലഭിക്കുന്ന കൃപ അനുഗ്രഹം വളരെയേറെ വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണാസന്നരായിട്ടുള്ള മക്കളെ സ്നേഹത്തോടെ അവരെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ വേറെ കാര്യം ഓർക്കണം, കുറച്ച് പ്രായമാകുമ്പോൾ ചിലരുടെയൊക്കെ ഒരു സ്വഭാവങ്ങളൊക്കെ മാറും. അമ്മച്ചിമാരുടെ സ്വഭാവം മാറും, പ്രത്യേക രീതിയിലാകും. എന്തുമാകട്ടെ അത് മനസ്സിലാക്കുക. ഞാൻ അവർക്ക് ഇന്നൊരു സഹോദരി വിളിച്ചു, അച്ഛാ എൻ്റെ അമ്മായിമ്മ ഭയങ്കര പ്രശ്ന, മരിക്കാൻ കിടക്കുക, എപ്പോഴും ശാപം പിറാക്കുക. ഞാൻ പറഞ്ഞു, പ്രായമായിട്ട് ഈ ഏകാന്തതയും ഈ സങ്കടവും ഈ ഒറ്റപ്പെടുത്തലും, ചിലപ്പോൾ അവർ ഭർത്താവൊക്കെ മരിച്ചു പോയതാ, വൈധവ്യത്തിൻ്റെ നൊമ്പരമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. ക്ഷമിക്ക്, പ്രാർത്ഥിക്ക്, ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അവസാനം എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ആ മകൾ പറഞ്ഞു, ശരി അച്ഛൻ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം കൂടി, നിങ്ങളും പ്രായമാകുമ്പോൾ ഇതിനേക്കാൾ മോശമാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഈ അമ്മായിയമ്മയെ ക്ഷമിച്ച് സ്നേഹിച്ച് അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരുക്കി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരണാസന്നരായ മക്കളെ ഇതുപോലെ സ്നേഹിച്ച് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ അവിടെ അടുത്തിരുന്നൊക്കെ സംസാരിക്കണം. അടുത്തിരുന്നിട്ട് അവരെ കയ്യൊക്കെ എടുത്തൊന്ന് തലോടി, ശിരസിലൊക്കെ ഒന്ന് തലോടി സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തി അവരോട് പറയണം, പേടിക്കണ്ട കേട്ടോ, ഈശോ കൂടെ ഉണ്ട് കേട്ടോ, ഈശോയുടെ സാന്നിധ്യം ഉണ്ട് കേട്ടോ, മാലാഖമാര്. അതോടൊപ്പം തന്നെ അവർ സ്വർഗത്തിൻ്റെ സാന്നിധ്യം സ്നേഹത്തോടെ പറയണം. പിന്നെ അവരോട് വിശേഷങ്ങൾ ചോദിക്കുക. എങ്ങനെയുണ്ട് അമ്മ, ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പച്ച, സുഖമാണോ, വേദന ഉണ്ടോ? ഇതൊക്കെ ഒരു സ്പർശനം, തലോടൽ. ഈ മരണാസന്നരായിട്ട് ഇങ്ങനെ കിടക്കുന്ന മക്കൾക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ഒരു തലോടലും നമ്മുടെ ആശ്വാസവാക്കുകളും എല്ലാം വളരെയേറെ വലിയ ആശ്വാസം കൊടുക്കും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള സാന്നിധ്യം കൊടുക്കണം. മാത്രമല്ല ജപമാലയൊക്കെ എടുത്ത് കൈ കൊടുക്കണം. എന്നിട്ട് പറയണം, അമ്മേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കി, അപ്പ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കി, നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊന്നും ചെല്ലിന്ന് വരത്തില്ല, പക്ഷേ ആ ജപമാല കൈ കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവബന്ധത്തിൽ മാതാവുമായുള്ള ഐക്യത്തിൽ ജീവിച്ചവരാണെങ്കിൽ ആ സമയത്ത് അവർക്ക് ഭയങ്കരമായ ശക്തി കിട്ടും. കുരിശ് കൈ കൊടുക്കണം, എന്നിട്ട് കുരിശ് ചുംബിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രിയപ്പെട്ടവരെ, അവർക്ക് എന്തൊന്നില്ലാത്ത ശക്തിയും വലിയ കരുത്തും. അതോടൊപ്പം തന്നെ കുരിശ് ചുംബിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയും കുരിശിൻ്റെ ശക്തിയും ഈ മക്കൾക്ക് വലിയ ധൈര്യം കൊടുക്കും. മാത്രമല്ല ദണ്ഡവിമോചനങ്ങൾ കൊടുക്കും. അതോടൊപ്പം തന്നെ അവരുടെ മുറിയിൽ ഇരുന്നിട്ട് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെയേറെ നല്ലതാണ്. കുരിശിൻ്റെ വഴി ചൊല്ലി ആ ആശീർവാദത്തിൻ്റെ ആ ഒരു കുരിശിൻ്റെ മുദ്ര വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുരിശ് ചുംബിക്കുമ്പോൾ അതിലൂടെ ഒത്തിരി ദണ്ഡവിമോചനങ്ങൾ ഈ മക്കൾക്ക് ലഭിക്കാനിടയാകും. ഞാൻ പറയാണ്, ഈ മക്കൾക്ക് ലഭിക്കാവുന്ന എല്ലാ കൃപയും എല്ലാ സംരക്ഷണവും എല്ലാ ദണ്ഡവിമോചനങ്ങളും എല്ലാ പ്രാർത്ഥനയും എല്ലാ പ്രത്യാശയും ഈ സമയത്ത് കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ്. ജീവിച്ചിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇങ്ങനെ മരിക്കാനൊരുങ്ങുന്ന മരണാസന്നരായ മക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ശക്തമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ സമയത്ത് ചെയ്യേണ്ട മറ്റൊരു വലിയ കാര്യമാണ് ചെവിട്ടോർമ്മ. ചിലപ്പോൾ ഒന്നും അവർക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ചെവിയിൽ ചെന്ന് മന്ത്രിക്കണം. ഈശോ മറിയം യൗസേപ്പേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഈ ചെവിയിൽ മന്ത്രിക്കണം. അവർ ഒച്ചത്തിൽ ഇങ്ങനെ പറയല്ല, ചെവി ചെന്നിട്ട് എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ എൻ്റെ ഈശോയെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പറയാൻ പറഞ്ഞു, ഇങ്ങനെ പറ, എൻ്റെ ഈശോയെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറയാം. എൻ്റെ ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു,
ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പറച്ചിലുകൾ അവരുടെ ചെവിട്ടിൽ പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കണം. ചെവിട്ടോർമ്മ. ഈശോ മറിയം യോസേപ്പേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങനെ അവരുടെ ചെവിയിൽ പറഞ്ഞ് അവരത് ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ചെവിയിലൂടെ പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞുകൊണ്ടിരിക്കും ഉള്ളിൽ, ഈശോയെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനെങ്കിൽ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ യോസേപ്പ് പിതാവേ എൻ്റെ കൂടെ ഉണ്ടാകണമേ, വിശുദ്ധ മിഖായേൽ മാലാഖേ എന്നെ സഹായിക്കണമേ, എൻ്റെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനാണോ ആ വിശുദ്ധോടെ റോസാന്നല്ല അമ്മയുടെ പേര്, റോസാ പുണ്യവതി, എൻ്റെ കൂടെ ഉണ്ടാവണമേ. ഇങ്ങനെയൊക്കെ ചെവിട്ടിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ പ്രാർത്ഥന അവരെ ഈ സമയത്ത് ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. മാത്രമല്ല അവരെങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവും യോസേപ്പ് പിതാവും മിഖായേൽ മാലാഖയും മാലാഖമാരും വിശുദ്ധരും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവും. അവർക്കത് അനുഭവിക്കാൻ സാധിക്കും. ഈ മരിക്കുന്ന സമയം വലിയ പ്രത്യാശയിൽ ഈ സ്വർഗത്തോട് ചേർന്ന് മരിക്കാൻ അവരെ നമ്മൾ ഒരുക്കുകയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, മരണാസന്നരായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ് വൈദികൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. ഒരു മരണാസന്നമായ അവസ്ഥയിൽ വൈദികനെ വിളിച്ച് വൈദികനിലൂടെ കർത്താവ് നൽകുന്ന അഭിഷേകം, കുമ്പസാരത്തിലൂടെ, അന്ത്യകൂദാശയിലൂടെ, നമ്മൾ ഈ ദിവസങ്ങളിൽ അന്ത്യകൂദാശയെ കുറിച്ചൊക്കെ ഇനി കാണും. അന്ത്യകൂദാശ നൽകി അതോടൊപ്പം തന്നെ നല്ല ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വൈദികൻ ഒരുക്കി അവർക്ക് ഈശോയെ കൊടുത്ത് തിരുപാഥയം കർത്താവിനെ നൽകിക്കൊണ്ട് ഈ മരണാസന്നനായിരിക്കുന്ന വ്യക്തിയെ വൈദികൻ്റെ സാന്നിധ്യത്തിലൂടെ ഒത്തിരി ബലപ്പെടുത്തണം. നമുക്കറിയാം, ഒരു വൈദികൻ മരിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ആ വൈദികൻ ആ മരണാസന്നനായ വ്യക്തിക്ക് കൊടുക്കുന്ന ആശീർവാദം കുംഭസാരത്തിൽ കൊടുക്കുന്ന ആശീർവാദം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും മോചിച്ച് അവസാന സമയം മരിക്കാൻ പോണ സമയത്ത് എല്ലാ പാപങ്ങളും മോചിച്ചുകൊണ്ട് കുംഭസാരത്തിൽ കൊടുക്കുന്ന ആശീർവാദം കൊടുത്ത് എന്തെങ്കിലും പാപങ്ങളോ കറകളോ മാലിന്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൗരോഹിത്യ അധികാരത്തിൽ മോചനം കിട്ടാനുള്ള വലിയ അനുഗ്രഹം ഈ ആശീർവാദത്തിലൂടെ ഈ മരണാസന്നനായ വ്യക്തി കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണാസന്നനായ വ്യക്തിക്ക് വേണ്ടി വൈദികന് സാന്നിധ്യം ഉറപ്പുവരുത്തണം. ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പച്ചൻ മരണത്തോടടുക്കുന്ന സമയത്ത് ഈ പൗരോഹിത്യ അധികാരം വെച്ചിട്ട് കുംഭസാരത്തിൽ കൊടുക്കുന്ന ആശീർവാദം എൻ്റെ അപ്പന് ഞാൻ കൊടുത്തു. എന്തെങ്കിലും കുറവുകൾ പോരായ്മകൾ ഏറ്റുപറയാത്ത രീതിയിൽ കുറേയൊക്കെ എനിക്കറിയാം. ആ പാപത്തിനൊക്കെ ഈശോയുടെ പൗരോഹിത്യ അധികാരത്തിൽ കുംഭസാരത്തിൽ കൊടുക്കുന്ന ആശീർവാദം കൊടുത്ത് മോചിപ്പിച്ചിട്ടാണ് അപ്പച്ചൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അപ്പച്ചൻ യോഗത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. അതിനുശേഷവും എനിക്ക് ഓർക്കുന്നു, ഇന്നും കുർബാനയിലും ആരാധനയിലും കരുണ ജപമാലയിലും അപ്പച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ വൈദികൻ്റെ സാന്നിധ്യം ഈ മരണാസന്നനായ വ്യക്തിയുടെ കൂടെ ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം. പുരോഹിതനെ വിളിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മരണാസന്നനായ വ്യക്തിക്ക് ഒത്തിരി പ്രലോഭനങ്ങൾ വരും. നിരാശ, ഒരു സങ്കടം, ഒത്തിരിയേറെ പൈശാചിക പീഡനങ്ങൾ, ഭയം, ഉത്കണ്ഠ, ആകപ്പാടെ നശിച്ചു എന്ന ചിന്ത, ഇതെല്ലാം കടന്നു വരും. ഈ മരിക്കാൻ പോണ സമയത്ത് ഒരു മനുഷ്യൻ്റെ ആത്മാവ്, ശരീരം, മനസ്സ് ഒത്തിരി ബലം ക്ഷയിക്കുന്ന സമയമാണ്. ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല, മനസ്സിൻ്റെ ബലം പോയി. ആ ഒരു സമയത്ത് പിശാചിങ്ങനെ ശക്തമായിട്ട് ചിലപ്പോൾ കടന്നു വരാം. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ മുറിയിൽ അച്ഛൻ പറഞ്ഞില്ലേ, ഈശോയുടെ വെഞ്ചിരിച്ച പടങ്ങളൊക്കെ വയ്ക്കണം. അതോടൊപ്പം തന്നെ ഹന്നാൻ വെള്ളം ഇടയ്ക്കിടയ്ക്കൊക്കെ തളിക്കണം മുറിയിൽ. അതോടൊപ്പം തന്നെ ഹന്നാൻ വെള്ളത്തിൽ നമ്മുടെ വിരൽ മുക്കി ഈ വ്യക്തിയുടെ നെറ്റിയിലും കൈകളിലും കാലുകളിലുമൊക്കെ നെഞ്ചത്തുമൊക്കെ കുരിശടയാളം വരയ്ക്കണം. ബെഡിൻ്റെ 4 വശത്തും കുരിശടയാളം വയ്ക്കണം. വിശുദ്ധ കുരിശ്
ചുംബിപ്പിക്കണം. വിശുദ്ധ കുരിശ് ബെഡിൽ വയ്ക്കണം, ജപമാല ബെഡിൽ വയ്ക്കണം, അല്ലെങ്കിൽ കൈകളിൽ പിടിപ്പിക്കണം. അങ്ങനെ വിശുദ്ധ വസ്തുക്കളുടെ സാന്നിധ്യം, വെഞ്ചിരിപ്പിന്റെ ശക്തി, അന്നാമ്പഴത്തിന്റെ ശക്തി, വിശുദ്ധ കുരിശിന്റെ ശക്തി, ഇതൊക്കെ ഈ മരിക്കാൻ പോകുന്ന ആളുടെ കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം പിശാച് ഒത്തിരിയേറെ സ്വാധീനിക്കാനും പ്രലോഭിപ്പിക്കാനും നിരാശപ്പെടുത്താനും അങ്ങനെ ഭയത്തിൽ വീഴ്ത്താനും ഒക്കെ ഈ സമയത്ത് കടന്നു വരും. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങൾ അതുപോലെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ശക്തമായ സംരക്ഷണം ഈ രോഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ മരണാസന്നനായ വ്യക്തിക്ക് വേണ്ടി ഉറപ്പുവരുത്തണം. മാത്രമല്ല ആ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം, എല്ലാവരും ഒരുമിച്ച് കുമ്പസാരിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ആ കുടുംബത്തെ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ദൈവത്തിനോ നിരക്കാത്ത ഒന്നും ആ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കണം. അങ്ങനെ ഈ മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒരു കൃപയുടെ സാന്നിധ്യം ഉറപ്പാക്കി കൊടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും കുടുംബത്തിൽ സാധിക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും രോഗിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഭൗതികമായ ലൗകികമായ കാര്യങ്ങൾ പറഞ്ഞ് ആ രോഗിയെ ഭയപ്പെടുത്തരുത്. ഈ മരിക്കാൻ പോകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം ഈ രോഗിയോട് സംസാരിക്കുക. അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യമോ ലൗകികമായ കാര്യമോ, അല്ലെങ്കിൽ ഈ രോഗി കിടക്കുന്ന അല്ലെങ്കിൽ മരണാസന്നനായിട്ടുള്ള ഈ രോഗി കിടക്കുന്ന മുറി വന്നിട്ട് പേപ്പറിൽ വായിച്ച ന്യൂസുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഈ കാലികമായ പ്രശ്നങ്ങളോ ഒന്നും മരണാസന്നനായ വ്യക്തിയുടെ മുറിയിൽ വന്നിരുന്ന് സംസാരിക്കരുത്. അവിടെ വന്നിരുന്ന് ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞ പോലെ ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഒരു സാന്നിധ്യം ആ രോഗിക്ക് പ്രാധാന്യം കൊടുക്കുക. രോഗിയുടെ കൂടെ ഇരിക്കുന്നു, രോഗിയെ തലോടുന്നു, രോഗിയെ ആശ്വസിപ്പിക്കുന്നു, രോഗിക്ക് വേണ്ട ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ആ മരണാസന്നനായ വ്യക്തിയെ ദൈവകൃപ കൊണ്ട് നിറച്ച് ദൈവിക സംരക്ഷണത്തിൽ ഉറപ്പിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ സാന്നിധ്യം നൽകി, നമ്മുടെ പ്രാർത്ഥന നൽകി, ഒരുമിച്ച് പ്രാർത്ഥിച്ച് വൈദികന്റെ സാന്നിധ്യം ഉറപ്പിച്ച് ആത്മീയമായിട്ട് എന്തെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് ഒരുക്കി സമാധാനത്തിൽ, സ്നേഹത്തിൽ, സന്തോഷത്തിൽ സ്വർഗത്തിനു വേണ്ടി ഈ രോഗിയെ ഒരുക്കി വിടുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ, മരണാസന്നരായ മക്കളെ പ്രാർത്ഥനയോടെ സ്നേഹത്തിലും വലിയ സമാധാനത്തിലും ധൈര്യപ്പെടുത്തണം. ഞങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് വരൂ കേട്ടോ, അതുകൊണ്ട് അല്പം നേരത്തെ പോകണമെന്നുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലാണ്, ശാന്തമായി വിശ്രമിച്ചോ, ഈശോയിലാണ് മരിക്കുന്നത്, ഈശോയിലാണ് നിദ്ര പ്രാപിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ശാന്തമായിട്ട് ഈ വ്യക്തിയെ ഒരുക്കി വിടണം. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എൻ്റെ സ്വപ്ന, എൻ്റെ അപ്പന് വേണ്ടി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും ആ സമയത്ത് കർത്താവ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുക്കി. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അടുത്തൊരുക്കം പോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കി വിടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തിയാണ് ഈ പ്രവൃത്തി. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും, ഞാൻ പറഞ്ഞില്ലേ, ചില സ്നേഹിച്ച് മദ്യം വാങ്ങിച്ചു കൊടുക്കണു, നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, അതൊക്കെ ഭൗതികതയാണ് മക്കളെ. എന്നാൽ ഇതുപോലെ ഒരുക്കി പ്രാർത്ഥനയുടെ ഐക്യത്തിൽ, കൂദാശയുടെ ബലത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, സ്വർഗത്തിൻ്റെ സാന്നിധ്യം വിളിച്ചിറക്കി ആ ഒരു സ്വർഗീയമായ ആ പ്രകാശത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നല്ല മരണത്തിന് ഒരുക്കി വിടാന്ന് പറഞ്ഞാൽ അതിൽ പല അനുഗ്രഹം കിട്ടുക. ഇനി അങ്ങനെ ഒരുക്കി വിട്ട് നോക്കട്ടോ, നമുക്ക് അനുഗ്രഹം അങ്ങോട്ട് സ്വർഗം ചൊരിഞ്ഞു തരും, നമ്മുടെ മക്കളിലേക്ക് ചൊരിയും. ഇന്ന് പല കുടുംബത്തിലും ഉണ്ടല്ലോ മക്കൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം, കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം, ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ വലിയൊരു കാരണം ഈ മരണാസന്നരായ മക്കളെ നോക്കേണ്ട പോലെ നോക്കാതെ, അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെ കൊടുക്കാതെ, മരിച്ചിട്ടാൻ വേണ്ടി, അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഇന്ന് മരിച്ചിട്ടേ മതി,
അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. അതൊക്കെ തന്നെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വരും തലമുറകൾക്കും ഇന്നത്തെ ജീവിതത്തിൻ്റെ പല മേഖലകൾക്കും പല പല തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും. അതുകൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് മരണാസന്നരുമായിട്ട് ബന്ധപ്പെട്ട സമയം. അത് കൃപയുടെ കുത്തൊഴുക്കിന് നമ്മുടെ കുടുംബത്തിൽ കാരണമാകും. അതുകൊണ്ട് അവരെ സ്നേഹിക്കുക, അവരെ പരിചരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗത്തിനു വേണ്ടി അവരെ ഒരുക്കുക. അങ്ങനെ നമുക്കറിയാം, ഒരു യാത്രയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ എന്തുമാത്രം ഒരുക്കം വിടുന്നു. നമ്മളൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് വിടണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണു, എന്ത് ടിപ്പ് ടോപ്പായിട്ടാണ് വിടുന്നത്. അണിയിച്ചൊരുക്കി നല്ല ഇതായിട്ടൊക്കെ നമ്മൾ വിടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇടിച്ച് ഭയങ്കര സെറ്റപ്പായിട്ട് വിടും. അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾ. അതിനെല്ലാം ഉപരിയായിട്ട് ഈ പറഞ്ഞ പോലെ ആധ്യാത്മികമായ ഒരു പരിചരണവും ഒരു ഒരുക്കലും ഒരു വിശുദ്ധീകരണവും ഒരു സന്തോഷവും ഒരു കരുതലുമൊക്കെ ഈ മരണാസന്നനായ വ്യക്തിക്ക് കൊടുത്ത് ഒരു നല്ല മരണത്തിന് വേണ്ടി ആ വ്യക്തിയെ നമ്മൾ ഒരുക്കിയാൽ സ്വർഗം തുറന്ന് നമ്മെ അനുഗ്രഹിക്കും. അതുമാത്രമല്ല, ഈ മരിക്കാൻ പോണ വ്യക്തി മനസ്സ് നിറഞ്ഞ് നമ്മെ അനുഗ്രഹിച്ചിട്ട് പോകും. അത് മതി നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ, നിൻ്റെ മക്കൾ രക്ഷപ്പെടാൻ, നിൻ്റെ വരും തലമുറ രക്ഷപ്പെടാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണാസന്നരെ സ്നേഹിക്കുക, അവരെ നല്ല മരണത്തിന് ഒരുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ശാന്തമായി അവരെ ധൈര്യപ്പെടുത്തി അഭിഷേകത്തിൽ സ്വർഗത്തിൽ സമർപ്പിക്കാൻ, കർത്താവിൽ നിദ്ര പ്രാപിക്കാൻ വേണ്ടി ഒരുക്കാൻ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് മരണാസന്നായി കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിക്കാനും ഈ പറഞ്ഞ പോലെ അവരൊരുക്കാനൊക്കെ ഇടയാകട്ടെ. ഇനി ആരെങ്കിലുമൊക്കെ മരണാസന്നരാകുമല്ലോ. ഈ മരണാസന്നർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളിപ്പോൾ പറഞ്ഞത് കിടക്കണ ആളുകളാണ്. നമ്മളൊക്കെ മരണാസന്നരാ, എപ്പോൾ വേണേലും മരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മയും ഒരുക്കാം, മരണാസന്നരായ മക്കളെ ഒരുക്കാം, സ്വർഗത്തിനു വേണ്ടി ജീവിക്കാം, സ്വർഗത്തിനു വേണ്ടി ഒരുക്കാം, സ്വർഗത്തിനു വേണ്ടി സ്നേഹിക്കാം, സ്വർഗത്തിന് സംരക്ഷണം ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ മരണാസന്നരായ എല്ലാ മക്കളെയും ഇന്ന് പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് വരവേൽപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും മരണാസന്നരായ എല്ലാ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. 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 അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം.
ഇസ്ഹാക്കിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. ഇസ്ഹാക്കിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. യാക്കോബിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. യാക്കോബിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. ഞങ്ങൾക്ക് ഏക കർത്താവേ ആരാധിക്കും നിന്നാമം. ഞങ്ങൾക്ക് ഏക കർത്താവേ ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിയേശുവേ. ഓ കർത്താവേ, ജീവൻ നൽകുന്ന കർത്താവേ, രക്ഷിക്കുന്ന കർത്താവേ, വീണ്ടെടുക്കുന്ന കർത്താവേ, ജീവൻ നൽകുന്ന കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, ആരാധന, മഹത്വം, മഹത്വം യേശുവേ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. 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 ആരാധന, കരങ്ങൾ ഉയർത്തി വീശേ. ആരാധന, 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 ആരാധന. സർവശക്തനെ, ജീവദായകനെ, ഞങ്ങളുടെ കർത്താവേ, എന്നെ തൊടണേ, എന്റെ ഈശോ 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 എന്നെ തൊടണേ. എല്ലാ മക്കളെയും ഈശോ എന്നെ തൊടണേ, എന്റെ 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 ഈശോ എന്നെ ഒറ്റ വിളിയേശുവേ. എന്റെ യേശുവേ, ദിവ്യകാരുണ്യമേ, രക്ഷകനായ കർത്താവേ, ജീവൻ നൽകുന്ന കർത്താവേ, വീണ്ടെടുക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 മഹത്വം, മഹത്വം, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഓ മഹത്വം കർത്താവേ, സ്തുതി, സ്തുതി, ആരാധന, ആരാധന. ദിവ്യകാരുണ്യീശോയെ, അങ്ങേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണല്ലോ. ഞങ്ങൾ ആരും നശിച്ചു പോകരുതെന്ന് അങ്ങ് അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങ് അതിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന പാപത്തെ, മരണത്തെ, നാശത്തെ, ശാപത്തെ അങ്ങ് ഏറ്റെടുത്തു. കർത്താവേ, ഞങ്ങൾ ആരും നശിച്ചു പോകരുത്. ഞങ്ങൾ അങ്ങയിൽ ജീവിക്കേണ്ട മക്കളാ, അങ്ങയിൽ നിദ്ര പ്രാപിക്കേണ്ട മക്കളാ, അങ്ങയോട് ഉയർത്ത് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ജീവിക്കേണ്ട മക്കളാ. എത്രയോ വലിയ സ്ഥാനമായി ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇതറിഞ്ഞ് ജീവിക്കാത്ത മക്കളേറെ. അങ്ങയെക്കുറിച്ച് ചിന്തയില്ല, സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ല, മരണത്തെക്കുറിച്ച് ചിന്തയില്ല, സ്വർഗത്തിന്റെ സമാധാനത്തിലും സന്തോഷത്തെക്കുറിച്ചും ചിന്തയില്ല. ലോകം മാത്രം കണ്ട്, ലൗകിക സുഖം മാത്രം കണ്ട്, ആത്മാവിനെ കാണാതെ, സ്വർഗത്തെ കാണാതെ നശിച്ചു പോകുന്ന ഏറെ മക്കള്. യേശുവേ, യേശുവേ, അങ്ങയുടെ മക്കളെ ഓർത്ത് അങ്ങ് എന്തുമാത്രം വേദനിക്കുന്നു, എന്തുമാത്രം കണ്ണീരൊടുക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈശോയെ, ഇന്ന് ഈ ദിവസം മരണാസന്നർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല,
മരണാസന്നരായ മക്കളെ എങ്ങനെ പരിചരിക്കണം, എങ്ങനെ ഒരുക്കണം, എങ്ങനെ സ്വർഗത്തിന് വേണ്ടി അവരെ ഒരുക്കി വിടണം എന്നതിനെ കുറിച്ചൊക്കെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ഈശോയെ, ഈ ആരാധനയിൽ മരണാസന്നരായി കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഏറ്റവും ആവശ്യമുള്ള സമയമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ. ഈ സമയം കർത്താവേ, ഓർമ്മ നഷ്ടപ്പെട്ട്, കാഴ്ചശക്തി നഷ്ടപ്പെട്ട്, കേൾവി ശക്തി നഷ്ടപ്പെട്ട്, സംസാര ശക്തി നഷ്ടപ്പെട്ട് ഇന്ന് മരണാസന്നരായി കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അറിഞ്ഞോ അറിയാതെയോ ഈ മക്കൾ ചെയ്തു പോയ പാപങ്ങള്, അകൃത്യങ്ങള് ഈശോയെ ഇന്ന് ഏറ്റുപറയാൻ പറ്റുന്നില്ല. എല്ലാം കൊണ്ടും അടയപ്പെട്ടു. മരണാവസ്ഥയില് ഈശോയെ ഇങ്ങനെയായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുസന്നിധിയിൽ. ഈ അവസ്ഥയില് ആ മക്കളോട് കരുണ തോന്നി പാപങ്ങൾ ഏറ്റെടുത്ത് മുറിവുകളെ ഉണക്കി ആത്മാക്കളെ വിശുദ്ധീകരിച്ച് യേശുവേ അങ്ങയുടെ കരുണയാൽ ഇങ്ങനെയുള്ള മക്കളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മരണാവസ്ഥയില്, മരണാസന്നമായ അവസ്ഥയില്, ഈ അവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ മക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, കരുണ തോന്നണേ കർത്താവേ. അശുദ്ധരാമാനവർ കിടയിലാണേ, വിശുദ്ധീകരിക്കണമേ കർത്താവേ. കർത്താവേ, ഞാനൊരു അശുദ്ധനാണേ, എല്ലാ അശുദ്ധിയും മാറ്റണേ കർത്താവേ. അശുദ്ധരാമാനവർ കിടയിലാണേ, തിരുരക്തം കൊണ്ട് കഴുകണമേ. എന്നെ നോക്കാതെ പോകരുതേ, ഈശോയെ മക്കളെ കാണണമേ. എന്നെ നോക്കാതെ പോകരുതേ, കരുണയോടെ നോക്കണമേ കർത്താവേ. എന്നെ നോക്കാതെ പോകരുതേ, ഓ എന്റെ യേശുവേ, എന്നെ നോക്കാതെ പോകരുതേ. കർത്താവേ, മരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ തീരുമാനത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നു. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലൂടെയുള്ള സ്വർഗ സൗഭാഗ്യത്തിലേക്കോ. അതുകൊണ്ട് തന്നെ കർത്താവേ, ഒരു നല്ല മരണം ഞങ്ങൾക്ക് വേണം. മരണാസന്നനായ മക്കൾക്ക് നല്ല മരണം വേണം ഈശോയെ. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മരണാസന്നമായിട്ട് നാളുകളായിട്ട് കിടക്കുന്ന മക്കള്, 5, 10, 15 വർഷങ്ങളായിട്ട് മരണാസന്നരായിട്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന മക്കള്, ഈശോയെ അതിൽ ചില മക്കളെങ്കിലും ശരീരം ആകപ്പാടെ പഴുത്ത് ചീഞ്ഞ് പുഴുഞ്ഞൊളയ്ക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട്. ചില മക്കളെങ്കിലും ഉണങ്ങി 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 എല്ലും തൊലിയുമായിട്ട് കഴിയുന്ന മക്കളുണ്ട്. വർഷങ്ങളായിട്ട് കിടക്കുന്ന മക്കള് സ്വയം ഏതെങ്കിലും പാപത്തിന്റെയോ പൈശാചിക ബന്ധനത്തിന്റെയോ സാത്താൻ കെട്ടിവെച്ച കെട്ടിന്റെയോ അടിമത്തത്തിലാണെങ്കിൽ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്നവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, പാപത്തെ വിട്ടുപേക്ഷിക്കാൻ പറ്റുന്നില്ല, അകപ്പാടെ ബോധം ക്ഷയിച്ച് ചീഞ്ഞ് ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തെ ഏറ്റെടുക്കണമേ യേശുവേ. സാത്താന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ യേശുവേ. സാത്താന്റെ അവകാശങ്ങളെ അവസാനിപ്പിക്കണമേ. ആ മക്കൾക്ക് വിടുതൽ നൽകണമേ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ ആ മക്കളെ വിട്ടുമാറി പോകട്ടെ. അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ കുരിശുമാന ശക്തിയാൽ, തിരുരക്ത ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങനെ കിടക്കുന്ന മക്കൾക്ക് യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഒരു നല്ല മരണം ഹല്ലേലൂയ. കൊടുക്കണമേ യേശുവേ. പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ അടിയട്ടെ, ബന്ധനം അടിയട്ടെ. പിശാചിക ശക്തികൾ മരണാസന്നരായ മക്കളെ വിട്ടുമാറി പോകട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിക്കും മക്കളെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. ബന്ധനമെല്ലാം അഴിയട്ടെ, മരണാസന്നരായ മക്കൾ, കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കൾ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾ, സാത്താന്റെ പിടിയിൽ വീണുപോയ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മരണാസന്നരായ എല്ലാ മക്കളും സാത്താന്റെ കെട്ടും അവന്റെ ബന്ധനങ്ങളും അവന്റെ ആധിപത്യങ്ങളും അവന്റെ അവകാശങ്ങളും അവസാനിപ്പിച്ച് ഈ രാത്രിയിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി യേശുവേ. ഹല, 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 വിടുതൽ പ്രാപിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അടിയട്ടെ, സാത്താന്റെ അവകാശങ്ങൾ അവസാനിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മരണാസന്നരായി കിടക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് പാപത്തിന്റെയോ ആഭിചാരത്തിന്റെയോ മന്ത്രവാദത്തിന്റെയോ കൂടോത്രത്തിന്റെയോ ക്ഷുദ്രശക്തിയുടെയോ വ്യഭിചാരത്തിന്റെയോ മദ്യപാനത്തിന്റെയോ ഏതെങ്കിലും പാപത്തിന്റെ പിടിയിൽപ്പെട്ട് സാത്താന്റെ അവകാശത്തിൽ അടിമപ്പെട്ട് കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ഇന്ന് സാത്താന്റെ അവകാശത്തിൽ എന്ന പോലെ മരിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും മരണാസന്നരായ മക്കളുണ്ടെങ്കിൽ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ആ കെട്ടുകളെ പൊട്ടിച്ച് ആ പാപശക്തികളെ നിർവീര്യമാക്കി യേശുവിന്റെ കുരിശിന്റെ ബലിയുടെ യോഗ്യതയാൽ, കുരിശുമാന ശക്തിയാൽ, ശക്തിയാൽ മോചിപ്പിക്കുന്നു. ഒരു നല്ല മരണം, ഒരു നല്ല മരണം കർത്താവേ ആ മക്കൾക്ക് ലഭിക്കട്ടെ. ശാന്തമായിട്ടുള്ള മരണം. ഈ മരണാസന്നരായി കഴിയുന്ന അവസ്ഥയിൽ കർത്താവ് ഈ രാത്രിയിൽ ഈ മക്കൾക്ക് ഒരു വിടുതൽ നൽകണമേ. ഇങ്ങനെ കിടക്കുന്ന മക്കൾക്ക് വിടുതൽ നൽകണമേ കർത്താവേ. സാത്താൻ കെട്ടിവെച്ച കെട്ടുകൾ ഈ രാത്രിയിൽ പൊട്ടട്ടെ. അവന്റെ അവകാശങ്ങൾ അവസാനിക്കട്ടെ. അവന്റെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. അങ്ങയുടെ കരുണയാൽ, അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ഒരു നല്ല മരണം, ഒരു നല്ല മരണം ഇങ്ങനെ കഴിയുന്ന മക്കൾക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സ്വർഗയാത്രയിലേക്ക് സമർപ്പിക്കുന്നു. എൻ സ്വദേശം കാൺമദീന ഞാൻ തനിയെ പോകുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന ഞാൻ തനിയെ പോകുന്നു. കർത്താവേ, കൃപയുടെ സാന്നിധ്യങ്ങളായിട്ട് മരണാസന്നരായി കഴിയുന്ന മക്കളുണ്ട്. ശുദ്ധീകരണത്തിൻ്റെ വലിയ അഭിഷേകത്തിനു വേണ്ടിയും കുടുംബത്തില് തലമുറകളിലേക്ക് അനുഗ്രഹം നിറയപ്പെടാൻ വേണ്ടിയും ദൈവം അനുവദിച്ചിട്ട് കിടക്കുന്ന മരണാസന്നരായ മക്കളുണ്ട്. കർത്താവേ, അവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, മരണാസന്നരായി കഴിയുന്ന മക്കളെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, വലിയൊരു അഭിഷേകം, വലിയൊരു അഭിഷേകം വാർദ്ധക്യത്തിലും മരണാസന്നമായും കഴിയുന്ന മക്കളെ നോക്കുന്ന കുടുംബാംഗങ്ങളിലേക്ക് ഈ രാത്രിയിൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇന്ന് പല കുടുംബാംഗങ്ങളും വെറുത്തും ശപിച്ചും ഒന്ന് ചാവണില്ലല്ലോ, ഒന്ന് മരിക്കണില്ലല്ലോ എന്നൊക്കെ പഴി പറയണ കണ്ടിട്ടുണ്ട്. ചില കാർന്നോമാരെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുന്ന മക്കള്, മരണാസന്നരായിട്ട് കഴിയുന്ന മക്കളെ ഉപേക്ഷിച്ച് അവരെ നോക്കാതെ അവരെ പരിചരിക്കാതെ ഇന്ന് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ സ്വയം ഒത്തിരി വേദനയിലും ഒത്തിരി കണ്ണുനീരിലും ശപിക്കപ്പെട്ടതുപോലെ ഒരു ജീവിതമാക്കി മാറ്റിയിരിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, അങ്ങനെയുള്ള മക്കൾക്ക് വലിയൊരു മാനസാന്തരം സംഭവിക്കട്ടെ. സ്വയേ മരണാസന്നമായ അവസ്ഥ ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാനും പരിചരിക്കാനും വേണ്ട വലിയ അഭിഷേകം സ്വയേ ഇങ്ങനെ മരണാസന്നരായി കഴിയുന്ന, രോഗാവസ്ഥയിലും വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലുമായി കഴിയുന്ന മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിനു വേണ്ടി ഒരുക്കി വിടാൻ വലിയ അഭിഷേകം നൽകി കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇവരെ പരിചരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ട അഭിഷേകം ഈ രാത്രിയിൽ കർത്താവേ എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ മക്കൾക്കും, മരണാസന്നരെ പരിചരിക്കുന്ന എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈ അഭിഷേകം നമുക്ക് ലഭിക്കണം. നമ്മുടെ കുടുംബത്തിൽ മരണാസന്നരുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ഈ അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകും. ഇതിന് അഭിഷേകം വേണം. ഈ അഭിഷേകത്തിന് വേണ്ടി എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. വലിയൊരു അനുഗ്രഹമാണ് മക്കളെ നല്ല പോലെ ഒരുക്കി, സ്വർഗത്തിനു വേണ്ടി ഒരുക്കി ഒരാത്മാവിനെ നല്ല മരത്ത് ഒരുക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യ. മക്കളെ ഒരഭിഷേകം, ഒരഭിഷേകം ഇരുകരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി നമുക്ക് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ അഭിഷേകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപ ചൊരിയണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം നൽകണമേ, ബലം നൽകണമേ. അഭിഷേകം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, കരുണ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സകല ശക്തി വ്യാപരിക്കട്ടെ, സന്തോഷം നിറയട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ശക്തിയോടെ യേശുവേ, യേശുവേ, യേശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, അഭിഷേകം മഴ പോലെ പെയ്തിറങ്ങി വാ, എല്ലാ മക്കളിലും നിറയട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, ശക്തി, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, അഭിഷേകം മഴ പെയ്തിറങ്ങട്ടെ. പോലെ പെയ്തിറങ്ങി വാ, മരണാസന്നരെ പരിചരിക്കാനുള്ള അഭിഷേകം, സ്വർഗീയതയെ വാർദ്ധക്യത്തിലുള്ളവരെ പരിചരിക്കാനുള്ള അഭിഷേകം ഇറങ്ങി എന്നിൽ വാ, കുടുംബങ്ങളിൽ നിറയട്ടെ. മഴ പോലെ എല്ലാ മക്കളിലും പെയ്തിറങ്ങി വ്യാപരിക്കട്ടെ. വാ, ശോയേ. മഴ പോലെ പെയ്തിറങ്ങി വാ, ശക്തി, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഓ യേശുവേ, മഴ പോലെ പെയ്തിറങ്ങി അങ്ങയുടെ മക്കളെ വാ, അനുഗ്രഹിക്കണമേ. മഴ പോലെ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. മഴ ശോയേ. പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ഒറ്റ വിളി യേശുവേ, കൃപ വർഷിക്കണമേ ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി പകരണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ
പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നല്ല ഈശോയെ, വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിലും മരണാസന്നമായിട്ടുള്ള അവസ്ഥയിലും ഒറ്റപ്പെടുത്തപ്പെട്ട് ഒത്തിരിയേറെ ഏകാന്തതയിലും ചില മക്കളെങ്കിലും ഭയത്തിലും നിരാശയിലും കുറ്റബോധത്തിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഈ മരണാവസ്ഥയിൽ അങ്ങയുടെ മക്കൾ അനുഭവിക്കുവാൻ ഇടയാക്കണമേ ഈശോയെ. ഒരു വലിയ മാനസാന്തരം കർത്താവേ മരണാസന്നരായ മക്കൾക്കെല്ലാവർക്കും നൽകണമേ. നല്ല പോലെ കുമ്പസാരിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അന്ത്യകൂദാശ സ്വീകരിച്ച് ഒരു അഭിഷിക്തന്റെ പ്രത്യേകമായ അഭിഷേകത്തിന്റെ ആശീർവാദ പ്രാർത്ഥനയോടെ നല്ല മരണം മരിക്കാൻ, സ്വർഗത്തിനു വേണ്ടി ഒരുക്കമുള്ള മക്കളായി മരിക്കാൻ ഈശോയെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിനു വേണ്ടി ഒരുക്കമുള്ള അവസ്ഥയിൽ മരിക്കട്ടെ കർത്താവേ. ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരുക്കി വിടാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ മരണാസന്നരായവരെ സ്നേഹിച്ച് ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച് അതിനെ പേര് സഹിക്കേണ്ടത് സഹിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവരെ വലിയൊരു ബലത്തിൽ പറഞ്ഞു വിടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ അഭിഷേകം ചെയ്യണം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്വത്തിന്റെ കവാടം നമുക്ക് വേണ്ടി തുറന്നു കിട്ടാൻ, സ്വർഗപ്രാപ്തിയിൽ എന്നും എത്തിച്ചേരുവാൻ, അവിടെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ. എല്ലാ അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുവിൻ പീഡകളെ എന്നെ സുധീരന കണമേ. മരണം വരുമൊരു സ്വർഗത്തിലേക്ക് എന്നെ അങ്ങു വിളിക്കണമേ. വിളിക്കണമേ. മരണം വരുമൊരു സ്വർഗത്തിലേക്ക് അങ്ങു വിളിക്കണമേ. അത് മതി കർത്താവേ. ഈ ഒരു അനുഗ്രഹം, ഈ ഒരു ആശീർവാദമാണ് ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ ചോദിക്കുന്നു, യാചിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധനേ, ബലവാനേ, മരണമില്ലാത്തവനേ, ആരാധന. മരണം വരുമൊരു എന്നെ അങ്ങു വിളിക്കണമേ. എന്നെ അങ്ങു വിളിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.